Hello dear students, welcome back. Aligarh Muslim University അഥവാ AMU NIRF യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തുള്ള AMU ഉത്തർപ്രദേശിലെ അലിഗഡ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ AMUവിൽ ഒരുപാട് ഡിഫറെന്റ് കോഴ്സുകളുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം അവിടെയുള്ള സ്ട്രീമുകൾ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ പോസിബിൾ ആണോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അഗ്രികൾച്ചറൽ സയൻസ്, ആർട്സ്, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റഡീസ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ലോ ഉണ്ട്, ലൈഫ് സയൻസസ്, ബയോളജി, സുവോളജി, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി പോലെയുള്ള കാര്യങ്ങളുണ്ട്. MBBS, BDS പോലുള്ള കോഴ്സുകളുണ്ട്. സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, അതിന്റെ PGയും ഡിഗ്രിയും പോലത്തെ കോഴ്സുകളുണ്ട്. സോഷ്യൽ സയൻസ് ഉണ്ട്, അതിൽ തന്നെ ജിയോളജി, അതുപോലെ തന്നെ മറ്റ് യുനാനി മെഡിസിനുമായി റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അതിലുള്ള നമ്മുടെ UG കോഴ്സുകളും അതിലേക്കുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് BTech, ജാക്കിർ ഹുസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, പെട്രോ കെമിക്കൽ, ഫുഡ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, VLSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെടുത്തി വരുന്നതാണ്. വെരി ലാർജ് സിസ്റ്റം ഇന്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ ചിപ്പ് ഡെവലപ്മെന്റിനൊക്കെ ബന്ധപ്പെടുത്തിയുള്ള കോഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. അതിലേക്കുള്ള അഡ്മിഷന് AMU സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്താറുണ്ട്. അതേപോലെ തന്നെ അടുത്ത കോഴ്സാണ് BARC-നും സെപ്പറേറ്റ് എക്സാം ഉണ്ട്. ആ എക്സാമിനെ പറ്റി നമുക്ക് പറയാം. BTechന്റെ എക്സാം 150 മാർക്കിന് 150 ക്വസ്റ്റ്യൻസ് വരുന്ന കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. BARC-ലേക്ക് വരുമ്പോൾ BARC-ന് ഈ പേപ്പർ എക്സാം കൂടാതെ NATA എക്സാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന NATA എക്സാം ആണ് സെക്കൻഡ് പേപ്പർ. അപ്പോൾ BTechന്റെ 150 മാർക്കിന്റെ പേപ്പറാണ് പേപ്പർ 1. അതും BARC-ന് വേണം. പേപ്പർ 2 NATA അത് നമ്മൾ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് BARC-ന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. BTechനും BARC-നും ഉള്ള ഫസ്റ്റ് പേപ്പർ കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. അതിന്റെ എക്സാം സെന്റർ കേരളത്തിൽ AMUവിന് ഒരു ക്യാമ്പസ് തന്നെ ഉണ്ട്, ആക്ച്വലി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ AMU എൻട്രൻസ് എക്സാമുകളും കോഴിക്കോട് സെന്റർ ഉണ്ട്. എല്ലാത്തിനും ഇല്ല, മോസ്റ്റ്ലി, അതായത് ഏറ്റവും കൂടുതൽ ആൾ അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ കോഴിക്കോട് സെന്റർ ഉണ്ട്. അപ്പോൾ കോഴിക്കോടാണ് കേരളത്തിലെ ആകെയുള്ള എക്സാം സെന്റർ. അതിന്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 1000 ആണ്. ഇനി നിങ്ങൾ BARC-ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 1000 കൂടാതെ ഒരു അഡ്മിഷൻ ഫീ എന്നുള്ള നിലയ്ക്ക് ഒരു 100 കൂടെ കൊടുത്ത് ടോട്ടൽ 1100 ആണ് BARC-ന്റെ ഫീ. BTechന് 1000 ആണ് ഫീ. ഇനി BSc കോഴ്സുകളും അതുപോലെ തന്നെ ലൈഫ് സയൻസിലുള്ള BScയും എന്ന് വെച്ചാൽ അതിൽ ബയോകെമിസ്ട്രി വരും, ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജിയോളജി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലുള്ള കോഴ്സുകൾ. അതിന് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊന്നും പ്രോസ്പെക്ടസിൽ വ്യക്തമല്ല. കൃത്യമായിട്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ്. അല്ലാതെ എത്ര ക്വസ്റ്റ്യൻസ് ഓരോന്നിൽ നിന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനും എക്സാം സെന്റർ കോഴിക്കോടാണ്. ആപ്ലിക്കേഷൻ ഫീ 800 rupees. പിന്നെ ഉള്ളത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ BSc നഴ്സിംഗ് കോഴ്സുകൾ. അതിൽ തന്നെ BSc നഴ്സിംഗ് ഉണ്ട്, ബാച്ചിലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി സയൻസസ്, ഫിസിയോതെറാപ്പി. നമ്മൾ എയിംസ്, അലൈഡിലും മറ്റ് അലൈഡ് കോഴ്സുകളിലൊക്കെ കാണുന്ന സിമിലർ ആയിട്ടുള്ള തന്നെയാണ്. അതിൽ ഏതൊക്കെ ഉണ്ടെന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അതിനും അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിന്റെ ഫോർമാറ്റോ കാര്യങ്ങളോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സാം സെന്റർ നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന്റെ എക്സാം സെന്റർ നമുക്ക് കേരളത്തിൽ ഇല്ല. അലിഗഡ് അഥവാ കോളേജ് എവിടെയാണോ ഉള്ളത്, യൂണിവേഴ്സിറ്റി എവിടെയാണോ ഉള്ളത്, അവിടെ പോയിട്ട് നമ്മൾ എക്സാം എഴുതണം. അതിന്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 800 rupees ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. April 12 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എന്നാൽ നിങ്ങളൊരു ലേറ്റ് ഫീ, നമ്മൾ ഒരു 300 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് ലേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിന്റെ ഫീ കൊടുത്തു കഴിഞ്ഞാൽ April 19 വരെ ഇതിൽ മിക്കതിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എക്സാമിന്റെ ഡേറ്റ് ടെൻറ്റേറ്റീവ് ആയിട്ട് പോലും പറഞ്ഞില്ല, പിന്നീട് നോട്ടിഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. www.amucontrollerexams.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും, വേറെ ഡോക്യുമെന്റ്സിന്റെ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. മറ്റുള്ളവർക്ക് അഡ്മിഷന്റെ സമയത്തും അല്ലെങ്കിൽ എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. NIRF റാങ്കിങ്ങിൽ 9th വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ BSc ഡിഗ്രികൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ തന്നെ BTech പോലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AMU. അവിടേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്ലൈ ചെയ്യുക. അതുകൂടാതെ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.